ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുവരെ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്നലെ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. കണ്ടസ്റ്റിനിടയിൽ നടന്ന ഫൈറ്റുകളും അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളും ഫാൻസിനെ ഫുൾ എൻഗേജ് ചെയ്തു. ഇന്നും നമ്മൾ ഡീറ്റെയിൽഡ് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡ് ഹൈലൈറ്റ്സ് ആണ്, സോഷ്യൽ മീഡിയ റിയാക്ഷൻസും അതേപോലെ തന്നെ എവിക്ഷൻസും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എൻഡ് വരെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് പിക്ചറും കിട്ടുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിലെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആര്യനാണ്. അറിയാമല്ലോ, അവനെ അങ്ങ് നിർത്തിപ്പൊരിച്ചെന്ന് പറഞ്ഞാൽ മതി ലാലേട്ടൻ. അവൻ ആ ടാസ്കിൻ്റെ ഇടയിൽ വെച്ച് കാണിച്ച ബിഹേവിയറും തോന്നിവാസവും സ്റ്റേറ്റ്മെൻ്റ് ഇല്ലായ്മയും എല്ലാം ലാലേട്ടൻ എടുത്ത് കാണിച്ചു. അവനൊട്ടും ടാസ്ക് ചെയ്യത്തുമില്ല, മറ്റുള്ള ചെയ്യാൻ സമ്മതിക്കത്തും ഇല്ലാത്ത നിലപാടൊക്കെ ലാലേട്ടൻ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവൻ അനീഷിൻ്റെ നേരെ ചാടിക്കടിക്കാൻ വന്നതും എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ അനീഷിനെ വളരെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം അനീഷ് അത് കൃത്യമായിട്ടത് ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുകയും ചെയ്ത് അവനെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ആദ്യം കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു ടാസ്ക് കുറച്ച് കോമൺ സെൻസോടെ ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാവും അത് വെറും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് ചാലഞ്ച് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ആര്യനില്ലാണ്ട് പോയി. പക്ഷെ അനീഷ് അത് കൃത്യം മനസ്സിലാക്കി അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മോന്ത ശരിക്കും കാണേണ്ടതായിരുന്നു. അവനങ്ങ് ശരിക്കും അങ്ങല്ലേ രൺബീർ കപൂറായിപ്പോയി. അവൻ്റെ വൃത്തിയില്ലായ്മയും എല്ലാം ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ്റെ കയ്യിരിക്കുന്ന ബാൻഡും അങ്ങ് വാങ്ങിച്ചു. അവനത് അർഹതപ്പെട്ടയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാൻഡും അങ്ങ് വാങ്ങിച്ചു വെച്ചു. എനിക്കും തോന്നി നന്നായെന്ന്. ആ ബാൻഡ് അവന് അർഹതപ്പെട്ടൊരു സാധനമല്ല, അവനത് വെക്കാനുള്ളൊരു യോഗ്യതയില്ല, ഒന്ന് വെച്ചിട്ട് കാര്യമില്ല. അടുത്ത ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫൈറ്റ് ചെയ്തവരില്ലേ, ആ ഉന്നീലും ഷാനവാസും ഒക്കെ, അവരെയൊക്കെ വിളിച്ചൊന്ന് ഉപദേശിക്കുന്നതായിരുന്നു അടുത്ത ഹൈലൈറ്റ്. അതിൽ അവരെ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങി വന്നപ്പം മറ്റേ ക്ഷമിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ ഉന്നീൽ അവൻ എങ്ങനെയൊന്നും പൊറുക്കുന്ന ഒരുത്തനല്ല. അവനൊരുമാതിരി ഒരു ഗുണ്ടാമട്ടാണ്. പിന്നെ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആ റെനയുടെ സ്വഭാവം വെച്ചുകൊണ്ട് ആര് പൊറുക്കാരാ? ആ പെണ്ണിനെ കണ്ണെടുത്താ കണ്ടോളാം ആർക്കും. ലാലേട്ടൻ പറയുന്നത് പോലെ ബിഗ് ബോസ് ഹൗസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ബട്ട് ഒരു റിയൽ ടെസ്റ്റ് ഓഫ് പേഷ്യൻസ് ആൻഡ് പേഴ്സണാലിറ്റിയാണ്. അത് മനസ്സിലാക്കി അതേപോലെ നിൽക്കുന്നവർക്കേ അവിടെ അധികം കാലം വാഴാൻ പറ്റത്തുള്ളൂ. അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിക്ഷനാണ്. ഇന്നലെ എവിക്റ്റായി പോയത് സരികയാണ്. സരിക എവിക്റ്റായി പോയത് ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി. ആരോടും ഒന്ന് ശരിക്കും ഒന്ന് മിണ്ടി പറഞ്ഞ് പോകാനും പറ്റിയില്ല. അങ്ങ് പ്രതീക്ഷിതമായിപ്പോയി ആ ഒരു എവിക്ഷൻ. എവിക്റ്റായി പോയ സമയത്ത് അപ്പാനി കാണിച്ചൊരു പരിപാടിയുണ്ട്. അവൻ നേരത്തെ എങ്ങാണ്ട് ഈ സരികയോട് പറഞ്ഞായിരുന്നു, ഈ ആഴ്ച ചേച്ചി എവിക്റ്റായി പോവുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാരോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. ഒന്നാമതേ സരിക ഇറങ്ങിപ്പോയപ്പോൾ ആരോടും ഒന്നും പറയാൻ പറ്റിയില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് സ്ക്രീനിൽ നിന്നും ചേച്ചിയോട് പറയുമായിരുന്നു, ചേച്ചി അത് പോയി പറയണേന്ന്. എന്ത് സ്വഭാവമാണല്ലേ ഈ ഒരു അപ്പാനിക്ക്. ഒരു കോമൺ സെൻസ് ഇല്ല, ഒരു സാമാന്യ മര്യാദയില്ല അവന്. എന്നാ പറയാനാ, ചിലരങ്ങനെയാണ്, സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കത്തുള്ളൂ. അങ്ങനെ നിന്നാലേ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അതേപോലെ തന്നെ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് സോഷ്യൽ മീഡിയ ഫുൾ ഓൾറെഡി സ്വിങ്ങിലായിരുന്നു. ട്വിറ്ററിലൊക്കെ സപ്പോർട്ട് അനീഷ് ട്രെൻഡിങ് ആയിരുന്നു. കാരണം അവൻ ആ ഒരു ടാസ്ക് ചെയ്ത ആ ഒരു രീതി മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേക്ക് ആര്യൻ എന്നൊക്കെ പറഞ്ഞ ടാഗ് ലൈനും കിടപ്പുണ്ടായിരുന്നു മണ്ടയ്ക്ക് തന്നെ. ആര്യനെ പറ്റിയുള്ള കുറേ മീംസും ട്രോൾസും ഒക്കെ ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ വെറും ഒരു ഫേക്കാണ്. അവൻ ഒരു മുഖംമുടി വെച്ചുകൊണ്ടാണ് അവൻ കളിക്കുന്നത്. അത് വൈകാണ്ട് തന്നെ പോകുമെന്നാണ്, ഓൾറെഡി പോയി. നമുക്ക് കണ്ടറിയാം ഇനി എന്താവുമെന്ന്. ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ്സ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആര്യൻ കളിച്ചുകൊണ്ടിരുന്ന സ്ട്രാറ്റജി ഒരു സ്മാർട്ട് മൂവ് ആയിരുന്നോ, അതോ അവരുടെ റിയൽ ആറ്റിറ്റ്യൂഡായിരുന്നോ? അത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരിക. നമ്മൾ ബെസ്റ്റ് കമൻറ്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഹൈലൈറ്റ്സ് ആയിട്ടിടും. ബിഗ് ബോസ് ഹൗസിലെ എല്ലാ ട്വിസ്റ്റുകളും ഫാസ്റ്റായി നിങ്ങളുടെ അടുത്തെത്തിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സീ യു ദ നെക്സ്റ്റ് അപ്ഡേറ്റ്.